കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം 34-ാം ദിവസത്തിലേക്ക്. ഡൽഹി ജന്തർ മന്ദറിലെ സമരവേദി നിറഞ്ഞ യുവാക്കൾ ജന്തർ മന്ദർ ഉൾപ്പെടെയുള്ള പരിസര പ്രദേശങ്ങളിൽ ഇന്റർനെറ്റ് സേവനം താൽക്കാലികമായി നിർത്തിവെച്ചു. KJ ശ്രീജിത്ത് ഉണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, എന്നാലും അനുനയ ചർച്ചകൾക്ക് നരേന്ദ്രമോദി തയ്യാറാണെന്ന് JP നദ്ദ അറിയിക്കുമ്പോഴും വിദ്യാർത്ഥികൾക്കെതിരെ കാണിക്കുന്ന ക്രൂരതയ്ക്ക് യാതൊരു അയവുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ പോക്കാണ് നരേന്ദ്രമോദി സർക്കാർ പോകുന്നതെങ്കിൽ, കാരണം ജന്തർ മന്ദറിലെ സമരവേദിയിലേക്ക് കൂടുതൽ സേനാവിന്യാസം അടക്കം നടത്തുന്നു, ഇന്റർനെറ്റ് സേവനം നിർത്തിവെക്കുന്ന സാഹചര്യം അടക്കം കേന്ദ്ര സർക്കാർ നടപടികൾ സ്വീകരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഒരു സമവായ ചർച്ചകൾ അടക്കം മുന്നോട്ട് പോവുക? ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുള്ള CJPയുടെ സമരം ഇപ്പോൾ 30 ദിവസത്തിലധികമായി തുടരുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ജന്തർ മന്ദർ കേന്ദ്രീകരിച്ച് നടക്കുന്നത്. അത് കോൺഗ്രസ് ആ സമരം ഏറ്റെടുത്തതിന് പിന്നാലെ വലിയ രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തവും അതോടൊപ്പം തന്നെ ഈ കോൺഗ്രസിൻ്റെയും മറ്റു പാർട്ടികളുടെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം പ്രധാനപ്പെട്ട നേതാക്കൾ അവിടെ എത്തി പിന്തുണ പ്രഖ്യാപിച്ചതിന് ശേഷം ഓരോ ദിവസവും ആയിരക്കണക്കിന് പേരാണ് ഈ സമരവേദിയിലേക്ക് ഒഴുകിയെത്തുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ രാത്രിയും വലിയ രീതിയിൽ സംഘർഷത്തിലേക്കെല്ലാം ഈ സമരം കലാശിക്കുന്നത് കണ്ടിരുന്നു. ഈ വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ ഡൽഹി പോലീസും ഇപ്പോൾ നിരന്തരം സംഘർഷത്തിലാണ്. ഇന്നലെയും ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ രാത്രിയും വലിയ രീതിയിൽ സംഘർഷമുണ്ടായിട്ടുണ്ട്. എന്തായാലും ഒരു വിട്ടുവീഴ്ചയ്ക്കും CJP പ്രവർത്തകർ വിദ്യാർത്ഥികൾ തയ്യാറല്ല. അവർ ആവശ്യപ്പെടുന്നത് ധർമ്മേന്ദ്ര പ്രധാൻ രാജി ഉറപ്പായി തന്നെ നൽകണം, അല്ലാത്ത പക്ഷം ഈ സമരത്തിൽ നിന്നും പിന്മാറില്ലെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ സോനം വാങ്ചുക്കും ഒരു നിർണായകമായ ഒരു പ്രഖ്യാപനം ഇന്നലെ നടത്തിയിരുന്നു. തൻ്റെ നിരാഹാര സമരം താൻ അവസാനിപ്പിക്കണമെങ്കിൽ ഈ സമരവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ തന്നെ വിദ്യാർത്ഥികളുടെ പേരിൽ കേസുകൾ എടുത്തിട്ടുണ്ട്. ഈ കേസുകൾ പിൻവലിക്കണം. അതോടൊപ്പം തന്നെ ഈ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ പല ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് സർക്കാർ അംഗീകരിച്ചാൽ മാത്രമേ താൻ ഈ നിരാഹാര സമരത്തിൽ നിന്നും പിന്നോട്ട് പോകുകയുള്ളൂ എന്നും സോനം വാങ്ചുക്കും ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിലും ഇന്ന് വലിയ രീതിയിൽ പ്രതിഷേധത്തിനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇന്നലെ തന്നെ കോൺഗ്രസും മറ്റ് അഖിലേഷ് യാദവിൻ്റെ SP അടക്കമുള്ളവരെല്ലാം വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാർ നിലപാട് ഇതിൽ തങ്ങൾ കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. ഇന്നലെ തന്നെ BJPയുടെ മുതിർന്ന നേതാവും കേന്ദ്രമന്ത്രിയുമായ JP നദ്ദ പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട്, തങ്ങൾ ഏത് ചർച്ചയ്ക്കും തയ്യാറാണ്. പക്ഷേ ഈ ചർച്ച ചെയ്യുന്ന സമയമെത്തുമ്പോൾ കോൺഗ്രസ് തങ്ങളുടെ നിലപാട് മാറ്റുന്നതാണ് പ്രശ്നമെന്നും BJPയുടെ നിലപാട്. എന്തായാലും പുറത്തും ഡൽഹിയിലെ തെരുവുകളിലും അതോടൊപ്പം തന്നെ പാർലമെൻറ്റിലെല്ലാം വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ CJPയുടെ സമരവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. എന്തായാലും ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. അവർ തുടക്കം മുതൽ തന്നെ ഉന്നയിക്കുന്ന ആവശ്യമാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി. ആ രാജിയിലേക്ക് പോകുവാൻ എന്തായാലും കേന്ദ്ര സർക്കാരും തയ്യാറാകുന്നില്ല. കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് ഈ സമരവുമായി ബന്ധപ്പെട്ട് തങ്ങൾ എന്ത് ചർച്ചയ്ക്കും തയ്യാറാണ്. പക്ഷേ ഈ ധർമ്മേന്ദ്ര പ്രധാനെ പൂർണ്ണമായി തന്നെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് കേന്ദ്ര സർക്കാർ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് രണ്ടുപേരും രണ്ട് വഴിക്ക് പോകുന്നത് കൊണ്ടാണ് ഈ സമരം ഇത്രത്തോളം നീളുന്നതും വലിയ രീതിയിൽ സംഘർഷങ്ങളിലേക്ക് കലാശിക്കുന്നതും. ബംഗാളിൽ നിന്നും അടക്കമുള്ള കൂടുതൽ സേനയെ ഡൽഹിയിൽ വിന്യസിച്ച് സുരക്ഷ ശക്തമാക്കുവാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം. അതോടൊപ്പം തന്നെ ഈ മാധ്യമ പ്രവർത്തകർക്ക് നേരെയെല്ലാം വലിയ രീതിയിൽ ആക്രമണം നടക്കുന്നതും ഇത് ഈ സമരത്തിന് ഈ സമരത്തിനെതിരെ തിരിയുവാൻ പൊതുവികാരം സമരത്തിന് നേരെ തിരിയാനുള്ള ഒരു സാഹചര്യമെല്ലാം ഉണ്ടാകുന്നു. എന്തായാലും വരും ദിവസങ്ങളിലും കൂടുതൽ പ്രതിഷേധത്തിനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം കേരളത്തിൽ നിന്നും അടക്കമുള്ള വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ യുവാക്കളുമെല്ലാം ഈ സമരത്തിൻ്റെ ഭാഗമാകാനായി ഡൽഹിയിൽ ഒഴുകിയെത്തുകയാണ്. പ്രത്യേകിച്ച് അയൽ സംസ്ഥാനങ്ങളായ ഡൽഹിയുടെ അയൽ സംസ്ഥാനങ്ങളായ ഹരിയാന, അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ഓരോ ദിവസവും ഓരോ മണിക്കൂറും വിദ്യാർത്ഥികൾ ഈ സമരത്തിൻ്റെ ഭാഗമായി മാറുകയാണ്. അവർക്ക് ഈ സഹായങ്ങൾ എത്തിക്കാൻ ആഹാരമായും മറ്റു ജലവുമെല്ലാം നൽകുവാൻ വിദ്യാർത്ഥികൾ മുന്നോട്ട് ഇറങ്ങുന്നു. അതോടൊപ്പം തന്നെ സാമൂഹിക പ്രവർത്തകർ അതോടൊപ്പം തന്നെ ഈ മനുഷ്യാവകാശ സംഘടനകളെല്ലാം വലിയ പിന്തുണയാണ് ഈ വിദ്യാർത്ഥികൾക്ക് നൽകുന്നത്. അങ്ങനെ നൽകുമ്പോഴും ഒരു ഭാഗത്ത് ആക്രമണം തുടരുന്നു, വലിയ സംഘർഷങ്ങളിലേക്ക് പോകുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഇൻ്റർനെറ്റ് സൗകര്യങ്ങൾ അടക്കമുള്ളവ ഇപ്പോൾ അവിടെ വിച്ഛേദിച്ചിട്ടുണ്ടെന്ന രീതിയിലുള്ള ഒരു ആക്ഷേപവും CJPയുടെ ഭാഗത്തു നിന്ന് ഉന്നയിക്കുകയാണ്.
ശരി, എന്തായാലും രാജ്യ തലസ്ഥാനം കലുഷിതമാവുകയാണ്. ഇപ്പോഴും പ്രതിഷേധം തുടരുന്ന സാഹചര്യം തന്നെയാണ് ഡൽഹിയിലുള്ളത്. KG ശ്രീജിത്തുണ്ട് വിവരങ്ങളുമായി. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ഡൽഹിയിൽ സമരം നടത്തിയ വിദ്യാർത്ഥികളെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പോലീസ് തെരുവിലൂടെ വലിച്ചിഴച്ച നടപടിയിൽ പ്രതിഷേധിച്ച KSU ഇന്ന് സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കിന് ആഹ്വാനം ചെയ്തു. മുഴുവൻ ക്യാമ്പസുകളിലും നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ച ക്ലാസുകൾ ബഹിഷ്കരിച്ചും പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് KSU അറിയിച്ചു.